ഈ നന്ദി കെട്ട കുടുംബം എവിടെയുമില്ല. മകളും മരുമകനും പറ്റിയ കുടുംബം. നന്ദി കെട്ട കുടുംബം. മനാഫിനോട് ഇത്രയും വൈരാഗ്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്രശ്നം ഇത്രയും വരെ എത്തിച്ചു. നന്ദിയില്ലാത്ത വർഗം. എന്താ, അയാൾ മുസ്ലിം ആയതുകൊണ്ട് കേസെടുത്ത് ജയിലിൽ ഇടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലായതാ. ആ നല്ല മനുഷ്യനെ തള്ളിപ്പറഞ്ഞാൽ ദൈവം കോപം ഉണ്ടാകും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും കൂടി ഒത്തുകളിച്ച് മനാഫിനെ കുടുക്കാൻ ഗൂഢാലോചന മുൻകൂട്ടി നടത്തിയതായിരുന്നു അല്ലേ? ഒന്നും നടക്കാതായപ്പോൾ വെപ്രാളം. ചിത കത്തിക്കഴിഞ്ഞു. ചാനലിൽ വന്ന് ഷോ കാണിക്കാൻ നല്ല ഫാമിലി. നന്ദി കെട്ട കുടുംബം. അർജുന്റെ കുടുംബത്തിലെ എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സങ്കടപ്പെടാനോ കരയാനോ ആവുന്നില്ല. സൂക്ഷിക്കുക. കുറച്ച് ദിവസം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനും കേൾക്കാനും ഒക്കെ ആൾക്കാരുണ്ടാകുള്ളൂ. അർജുന്റെ കുടുംബം, നിങ്ങൾ ഇനി ഇങ്ങനെ നല്ലത് ചെയ്തവരെ തള്ളിപ്പറയാതിരിക്കുക. മീഡിയ വേറെ ന്യൂസ് കിട്ടുമ്പോൾ അവർ പോകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളാണ് വരുന്നത്. അതുപോലെ മാസീവ് സൈബർ അറ്റാക്കാണ് അർജുന്റെ കുടുംബത്തിനെതിരെ ഇപ്പൊ നടക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനാഫിനെ തള്ളിപ്പറഞ്ഞു അർജുന്റെ കുടുംബം. ഈ ഒരൊറ്റ റീസണിനെ തുടർന്ന് അർജുന്റെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന സൈബർ അറ്റാക്കിന് കയ്യും കണക്കുമില്ല. രീതിയിലുള്ള കമന്റ്സ് ആണ്. ഒരു രക്ഷയില്ലാത്ത സൈബർ അറ്റാക്കാണ് അർജുന്റെ കുടുംബത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധത്തിലും താങ്ങാൻ പറ്റത്തില്ല. ഇവിടെ അർജുന്റെ കുടുംബം ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് നന്ദികേട് കാണിച്ചു, മനാഫിനോട് നന്ദികേട് കാണിച്ചു, മനാഫിനെ തള്ളിപ്പറഞ്ഞു, ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില കണക്കെടുത്തെറിഞ്ഞു, അല്ലെങ്കിൽ ഇത് ബോഡി കൊണ്ടുവരും മുമ്പേ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അന്നേ അങ്ങ് പോയത് തന്നെ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അർജുന്റെ കുടുംബത്തിൽ നേരിട്ട് പോയി അർജുന്റെ അനിയനുമായിട്ട് സംസാരിച്ച് വീഡിയോ എടുത്തിട്ട വ്യക്തിയാണ് സായി. അപ്പോൾ ആ സായി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അർജുന്റെ കുടുംബവുമായി റിലേറ്റ് ചെയ്തിട്ട്. ആ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു അപകടവും അല്ലെങ്കിൽ അർജുനിന് ഇല്ല എന്നുള്ള റിയാലിറ്റി ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ്. അവർക്ക് അർജുൻ ഇല്ല എന്നുള്ള ഒരു വാക്വം അവിടെ ഉണ്ട്. പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ അവർ റെഡിയാണ്, പ്രിപ്പയർഡ് ആണ്. പക്ഷേ അവരുടെ ആ ഒരു ഒന്നും അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷന് കാരണം എന്ന് പറയുന്നത് ഈ അർജുൻ ഇല്ല എന്ന് പറയുന്ന വാക്വം അല്ല. അവർക്ക് ഇത്രത്തോളം ആ ഒരു ഡിപ്രഷനിൽ അവർ ഒന്നും അല്ലാത്ത അവസ്ഥയിലിരിക്കാൻ കാരണം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലിയെ ഹേർട്ട് ചെയ്യുന്നു. ഇതായിരുന്നു പ്രശ്നം. പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു, ബ്രദർ. അത് കഴിഞ്ഞിട്ട് അളിയൻ, പെങ്ങള്, വൈഫ്, അമ്മേനോട് ഞാൻ സംസാരിച്ചില്ല, കണ്ടു, ചിരിച്ചു, തിരിച്ചു. പിന്നെ അവിടുത്തെ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ നാട്ടുകാർ. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ആർക്കും ഇങ്ങനെ സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഇന്നലെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. പത്രമാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞു അവരുടെ കൺസേൺ എന്തുകൊണ്ട് ഇപ്പോൾ അവർക്കെതിരെ നടക്കുന്ന മാസീവ് അറ്റാക്കാണ്. മാസീവ് അറ്റാക്ക് എന്തിന്? മനാഫിനെ തള്ളിപ്പറഞ്ഞു, മനാഫിനെ ഒഴിവാക്കി, ഈശ്വർ മാൽപ്പേനെ ഒഴിവാക്കി. ഓൾറെഡി ജോലി ചെയ്യുന്ന അവർ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്ന ആളുകൾ, ബ്രദറും സിസ്റ്ററും അളിയനും അച്ഛനും അമ്മയും, ഇവർക്കൊക്കെ അതിഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ അനിയനെ വിളിച്ചു, നീ എന്താ ഒരു പണിക്കും പോകാത്തവൻ? ആ പയ്യന് ജോലിയുള്ള ഒരു പയ്യനാ. അർജുന്റെ പെങ്ങൾ ജോലിയുള്ള ആളാ. അർജുന്റെ അളിയൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാ. ഈ മനാഫ് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ നിന്നൊക്കെ ആളുകളിലേക്ക് എത്തുന്ന പെർസ്പെക്റ്റീവ് എന്താ അറിയോ? അർജുൻ മാത്രം താങ്ങിക്കൊണ്ട് നടന്നൊരു ഫാമിലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അർജുന്റെ വീടിന്റെ ബാക്കിൽ ഒരു വീടുണ്ട്, ഒരു ചെറിയ വീട്, വളരെ ചെറിയ വീട്, ഒരു എന്താ പറയുക ബിലോ ആവറേജ്, വളരെ ചെറിയൊരു വീട്. ആ വീട്ടില് ഒരച്ഛൻ 4 പശുവിനെ വെച്ച് പാല് കറന്ന് നാട് ഫുള്ള്, നാട്ടുകാരെനിക്ക് പറഞ്ഞിരുന്നത് ഫുള്ള് നാട്ടിൽ രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാവർക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി. ആ അച്ഛൻ അതിനൊരു അപകടം വന്നു. അർജുൻ താങ്ങി നിർത്തി ആ വീടിനെ. അച്ഛനെ അപകടം വന്നപ്പോൾ ഇവർ പറയാ, ബ്രദറും സിസ്റ്ററും, ഞങ്ങൾ അച്ഛന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അർജുനാണ്. 12ാം ക്ലാസ് കഴിഞ്ഞ് അർജുന വന്ന പിന്നെ അങ്ങനെ അർജുൻ കുടുംബത്തിന് താങ്ങും തണലുമായി. ആ ഏട്ടനെ കണ്ടു വളർന്ന ബ്രദറും സിസ്റ്ററുമാണ്. അവർ പഠിച്ചു, അവര് വളരെ കഷ്ടപ്പെട്ടു, അവർ നല്ല നല്ല ജോലികളിലെത്തി. ഒരാൾ നേഴ്സാണ്, ഒരാൾ ബാങ്കിലാണ്, ഒരാൾ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവരെ കഷ്ടപ്പാട്, അവർ ആ കഷ്ടപ്പെട്ട് പഠിച്ച ആ കുടുംബത്തിലേക്ക് ഒരു വീട് എല്ലാവരും ഒത്തുപിടിച്ചിട്ട്, അർജുനും അർജുന്റെ ബ്രദറും സിസ്റ്റർമാരും ഒക്കെ ഒത്തുപിടിച്ചിട്ടാണ് ഇന്ന് അവർക്കുള്ള വീട്, കാറ്, ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത്. അവരുടെ കൺസേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? മനാഫ് വന്നിരുന്നിട്ട് ഇത് ഇങ്ങനെ പറയുമ്പോൾ നാളെ ഈ അർജുന അനിയത്തി ആ ഒരു മേടിച്ച കാറിൽ പുറത്തു പോകുമ്പോൾ നാട്ടുകാരെന്താ പറയാ? അതായത് അവരെ നാട്ടുകാരല്ല, അവരെ നാട്ടുകാരെന്ന് പറയാം, ആ നാട്ടുകാർക്ക് എല്ലാവരും അവരുടെ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും അറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴി മാത്രം അർജുന ഫാമിലി അറിയുന്നവർ എന്താ പറയാ? അർജുനക്ക് മരിച്ചു, അർജുന പൈസക്ക് മേടിച്ച കാറോ വണ്ടിയോ ഡ്രസ്സോ ആവോ എന്ന് ചോദിക്കില്ലേ? അതൊക്കെയാണ് അവരുടെ കൺസേൺ. ബിക്കോസ് ഓരോ ഇന്റർവ്യൂവിനകത്തും മനാഫ് പറഞ്ഞോട്ടെ, മനാഫിന് പറയാനുള്ള എന്ത് മനാഫ് പറയാം, മനാഫ് എടുത്ത എഫേർട്ടിനെ കുറിച്ച് മനാഫിന് പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അതാണോ സംഭവിക്കണേ? പിന്നെ പൈസേന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നു. അവർക്ക് കൺസേണും പേടിയും കാണുക. കാരണം ആ വീടിന് അർജുന്റെ പേരിൽ 1 രൂപ വേറെ ആരും കൊടുത്തിട്ട് വേണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അവർ കട്ട് ചെയ്യുന്നത് എന്താ? വേറെ ആരെങ്കിലും മനാഫിലേക്കോ ഈശ്വർ മാൽപ്പയിലേക്കോ ഇനി ഇതിനെ ചുറ്റിപ്പറ്റ ഏതൊരാളിലേക്കോ അർജുന്റെ പേരിൽ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ
നാളുകളിൽ അർജുന്റെ സെയിം അവസ്ഥ, അർജുന്റെ ഫാമിലിയിലെ ഒരാൾ നാളെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടോ കാറിലോ പുറത്തിറങ്ങുന്ന സമയത്ത് അത് അവർ അധ്വാനിച്ച പൈസയ്ക്കുള്ള സാധനമാണെങ്കിൽ പോലും നാട്ടുകാർ എന്ത് പറയും, ഞങ്ങൾ പൈസ കൊടുത്ത ആൾക്ക് കാറിലും ഡ്രസ്സ് ഇട്ട് നടക്കുന്നു. ആ ഒരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി അത്രത്തോളം ആ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവർ സെൽഫ് സ്റ്റേബിൾ ആണ് ഓരോരുത്തരും. ആയുടെ വീഡിയോ കണ്ടതിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്നത് പോലെ ഈ അർജുന്റെ ഫാമിലി അർജുൻ ഇല്ല എന്ന് പറയുന്ന സംഭവം അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാൻ ഓക്കെയാണ്. കാരണം ഇനി അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് ജീവിക്കാൻ എന്നുള്ളൊരു തത്രപ്പാടിൽ പോകുമ്പോഴാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തി പല ചാനലുകളിലും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യത്വത്തിനും നല്ലൊരു മനുഷ്യവർഗത്തിനും ഒക്കെ ഉടമയായിട്ട് മാറുന്നു. ആൾക്കാർ കൈയടിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനാഫിനെ സ്നേഹിച്ചോ ഇഷ്ടപ്പെട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതിന്റെ പേരും പറഞ്ഞിട്ട് ഒരിക്കലും അർജുന്റെ കുടുംബത്തിനെ വലിച്ചു കീറി ഒട്ടിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനാഫ് ഓരോ ഇന്റർവ്യൂവിലും പോകുമ്പോൾ ഓരോ കാര്യങ്ങളങ്ങ് പറയും. അത് ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇൻഡയറക്ട്ലി ആ സാധനം അർജുന്റെ കുടുംബത്തിനെയാണ് ബാധിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് 75,000 രൂപ അർജുന് സാലറി കൊടുക്കും എന്നാണ് മനാഫ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൽ അർജുന് മിച്ചം പിടിക്കാൻ പോലും ഒന്നുമില്ല, എന്നിട്ടും തികയുന്നില്ല എന്നുള്ള സാധനം മനാഫ് അവിടെ പറയുന്നു. എന്നിട്ട് പറയുന്നത് അർജുന്റെ അനിയന്റെ പഠന ചെലവ്, സഹോദരിയുടെ ചെലവ്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പിരിഞ്ഞു പോകും. അങ്ങനെ ആ പൈസ പോലും അർജുന് തികയുന്നില്ല എന്നുള്ളൊരു സാധനം മനാഫ് അവിടെ എടുത്തിടുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ടപ്പോൾ എന്ത് ചെയ്തു, അപ്പൊ അർജുനെ ഊറ്റി നടക്കുന്ന കുടുംബമാണ് അർജുന്റെ കുടുംബം എന്നുള്ളൊരു സാധനം വീഴുകയും നെഗറ്റീവ് ആവുകയും ചെയ്തു. അതിന് ഏക കാരണമാരാ, മനാഫാണ്. അത് നമ്മൾ ഇരുന്നൊന്ന് ചിന്തിക്കും. അല്ലാതെ മനാഫ് ഇവിടെ വലിയ മറ്റേ കുറ്റവാളി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അർജുന്റെ ഫാമിലിയെ മനാഫ് ഇട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന്റെ പേരിൽ ഒരു മാസിവ് സൈബർ അറ്റാക്ക് തന്നെയാണ് അർജുന്റെ ഫാമിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക ജനങ്ങളെ ബോധത്തോടെ. അല്ലാതെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ മലയാളികളെല്ലാം ഒന്നടങ്കം സ്നേഹിച്ചു. മലയാളികൾ അർജുന് വേണ്ടി കാത്തിരുന്നു. ആ അർജുന്റെ കുടുംബത്തിനെയാണ് നമ്മൾ ഇന്ന് വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വേണം. എവിടെയോ അർജുന്റെ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് കുറച്ച് പാളിച്ച വന്നിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതേ തുടർന്ന് ആ കുടുംബത്തിനെ മൊത്തം ആക്ഷേപിച്ച് ഒരു കുളം തോണ്ടുന്ന രീതിയിൽ പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനാഫ് പല ചാനലുകളിലും പോയിട്ട് ഇരുന്നങ്ങ് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ ഇൻഡയറക്ട്ലി ബാധിക്കുന്ന രീതിയിൽ, അർജുന്റെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിൽ മനാഫ് ഓരോ ഉത്തരങ്ങളും ഇട്ടുകൊടുക്കും. അടുത്ത് അർജുന്റെ സഹോദരി മനാഫിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ള സാധനം അങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ അത് ആ കുട്ടി അതങ്ങ് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ള സാധനം മനാഫ് ഇടും. എല്ലാം കൂടി കൂടും എടുത്ത് ആ കൊച്ചിന്റെ നെഞ്ചത്തോട്ട് കയറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡയറക്ട്ലി അർജുന്റെ ഫാമിലിയെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് അർജുനോട് സ്നേഹമുള്ള ഒരു വ്യക്തിയും അർജുന്റെ കുടുംബത്തിനെ ഇത്രയും വലിച്ചു കീറാൻ നിൽക്കരുത്. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ പേരിൽ അവരെ പറ്റയങ്ങ് അടിച്ച് തൊലച്ച് നാറാണത്താക്കുന്ന ഒരു സംസാരം നിർത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ എന്തിനാ കുടുംബത്തിനെ വലിച്ചു കീറുന്നത്? ഇതിൻ്റെ പേരും പറഞ്ഞ് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. ഇന്നലെ മീഡിയയിൽ വന്ന് മനാഫ് പറയും മുന്നേ ആ ചാനലിന് 13K ആയിരുന്നു. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞിട്ട് അർജുൻ ലോറിയിൽ അടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെയാണ് ചാനലിൽ ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇന്ന് അത് 1,45,000 ആയിരുന്നു കുറച്ച് മുന്നേ. ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ ആ ഫോട്ടോ, അതേ ഫോട്ടോ തന്നെ. ഇപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ആ ചാനലിന്. ഇപ്പം മനാഫിന്റെ ഫോട്ടോ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങേരെ ഒരു ചാനൽ വളർത്തിയെടുത്തു, അങ്ങേരെ ഇഷ്ടം, അങ്ങേരെ എന്തുവാന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് ഈ ചാനൽ തുടങ്ങിയാലും അത് അർജുന്റെ പേരിൽ വെച്ച് തുടങ്ങി വന്നതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഞാൻ അത് വീണ്ടും വിമർശിക്കുക തന്നെ ചെയ്യുന്നു. ഒരു മരണം അത് നമുക്ക് അങ്ങനെ സാധിക്കത്തില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും അത് ഇന്നലത്തെ വീഡിയോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അതിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അർജുന്റെ ഫാമിലി നാളെ പുറത്തിറങ്ങി നടക്കാനുള്ളവരാണ്. അവരെ കൂട്ട മരണത്തിലേക്ക് നമ്മൾ നീക്കി വിടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും അർജുനെ സ്നേഹിച്ചു, അർജുന് വേണ്ടി കാത്തിരുന്ന മലയാളികളാണ്. ആ മലയാളികൾ തന്നെ അവരെ കുടുംബത്തിന് ഒന്നടങ്കം ഇങ്ങനെ സൈബർ അറ്റാക്കും നാറ്റിച്ചും നശിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അർജുൻ എന്ന് പറയുന്ന ഒരാളുടെ ആത്മാവ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികളോട് ആരെടുത്തും ഓർക്കാൻ അർജുന് സാധിക്കത്തില്ല. ഉള്ള കാര്യമാണ്. ഈ ആത്മാവെന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അർജുന്റെ കുടുംബത്തിനെ ചെളിവാരി അടിക്കുന്നതിന് ഇത് കണ്ടു ഒരിക്കലും അർജുൻ സന്തോഷിക്കത്തില്ല. ഒരു സമയത്ത്
നമ്മളെല്ലാവരും അർജുനെ പൊക്കി അടിച്ചു. കേരളം മൊത്തം എടുത്ത് കയ്യിൽ വെച്ച് കൊണ്ടാടി. അതേ മലയാളികൾ തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിനെ ചെളിവാരി അടിക്കുമ്പോൾ ഇതൊന്നും കണ്ടുകൊണ്ട് സഹിച്ചിരിക്കാൻ അർജുന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നല്ല വിഷമമുണ്ട്. ഒരു കുടുംബത്തിന് ഒരു രീതി തൊലച്ച് നാറാണതാകുന്ന രീതിയിൽ സൈബർ അറ്റാക്ക് കൊടുക്കുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ളൊരു കാര്യമല്ല. കാരണം അത്രയ്ക്ക് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വച്ച് നിർത്തിയില്ലെങ്കിൽ മനാഫ ആയാലും ദയവ് ചെയ്ത് പല ചാനലിലും പോയി ഇന്റർവ്യൂ കൊടുത്ത് വലിയ നന്മ മരം കളിക്കാണ്ട് വച്ച് നിർത്താൻ നോക്കും മനാഫെ എന്നേ എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇനി ഇതുമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വരുത്തരുത് എന്ന് എനിക്കും പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈ ഒരു സംഭവം സൈബർ അറ്റാക്ക് ആ കുടുംബത്തിന് നേരെയുള്ള വച്ച് നിർത്തുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.